ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ജേർണലിംഗ് സപ്ലൈസിലെ ഞാൻ പാർട്ട് 7 ആണ് കേട്ടോ ആക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 7 നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഡോട്ട് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് ഡിസൈനിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജേർണലിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വലുതാണ് ആക്കുന്നതെങ്കിൽ നമുക്ക് നോട്ട്സ് എഴുതാം. അപ്പോൾ അതെങ്ങനെ ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 5 ഷീറ്റ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ക്വയർ പീസിനനുസരിച്ച് നമുക്ക് ആ കളർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ. അപ്പോൾ ഞാൻ ഇത്രയും കളർ പേപ്പേഴ്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വേറെയും കുറേ എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും കുറേ കളേഴ്സിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഒരു പേസ്റ്റോ അല്ലെങ്കിൽ ഈ ലിഡിൻ്റെ സൈസിലുള്ള എന്ത് സാധനം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ റൗണ്ട് വരച്ചു കൊടുക്കണം ഇതേപോലെ. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ കുറേ എണ്ണം എടുത്തിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ ഞാനിത് 3 കട്ട് ചെയ്തെടുക്കുന്നത്, കുറച്ചായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളത് റൗണ്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കവറാക്കി കൊടുക്കണം. കവറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കൂട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് ഒരു ഷീറ്റാക്കി എടുക്കണം. അതിനായിട്ട് നമുക്കിത് മുഴുവൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും റൈറ്റിങ്സ് ഉള്ള ആ പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം നല്ലൊരു ഷീറ്റായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എൻ്റെ ഒരു 1/6 നമുക്ക് മടക്കിയെടുക്കണം. എന്നിട്ട് അത് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ. എന്നിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കാം ഇതേപോലെ. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഡോട്ട്സ് എല്ലാം അതിൻ്റെ വേറെ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം കളർ അനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനും കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ച ആ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് നമ്മളിത് നോക്കണം എത്ര കളേഴ്സ് ഉണ്ടെന്ന്. ഇപ്പോൾ എൻ്റെ അടുത്ത് മുഴുവനും 9 കളേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഗസ്സിങ് ചെയ്ത് നമ്മൾ എത്രത്തോളം വേണ്ടി വരുമോ അത്രത്തോളം നമ്മൾ എടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി നമ്മളൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കണം ഇതേപോലെ. ഇനി നമുക്ക് എല്ലാം വേറെ ആക്കി വയ്ക്കാൻ വേണ്ടി ഞാനിവിടെ കള്ളികളാക്കി കൊടുക്കുകയാണ് കേട്ടോ, സ്റ്റാപ്ലർ വെച്ച് തന്നെ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ കൊടുക്കുന്നത് പർപ്പിളിന് വേണ്ടിയാണ്. കാരണം ഏറ്റവും വലിയത് പർപ്പിളാണ്, ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാൻ പർപ്പിളിന് കൊടുത്തു. ബാക്കിയുള്ളതെല്ലാം കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മളെല്ലാത്തിനും ചെയ്ത് കൊടുക്കുക ഇതേപോലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.